കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. നാഗർകോവിലിന് സമീപത്തെ സമൂഹരംഗപുരം എന്ന ചെറുഗ്രാമത്തിന്റെ ഭൂവുടമയായ എസ് രാമസ്വാമി റെഡ്ഡിയാരുടെയും നാണമ്മാളിന്റെയും മകനായി 1923 ഫെബ്രുവരി 12 ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാറുടെ ജനനം. സമൂഹരംഗപുരത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുനെൽവേലി പാളയം തോട്ടയിലെ മിഷൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലും തുടർന്ന് സെന്റ് സേവിയേഴ്സ് കോളേജിലും പഠിച്ചു. 19ാമത്തെ വയസ്സിൽ അമ്മാവൻ ആർ കുമാരസ്വാമി റെഡ്ഡിയാരുടെ പുത്രി നാഗമ്മാളെ വിവാഹം ചെയ്തു ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. 1.5 വർഷക്കാലം LIC ഏജന്റായി പ്രവർത്തിച്ച ശേഷം 1958 അമ്മാവന്റെ കൊല്ലത്തുള്ള രാജ്മഹൽ വസ്ത്രവ്യാപാരശാലയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. കൊല്ലം പട്ടണം ഒരു വലിയ കച്ചവട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. അടുത്ത വർഷം തന്നെ രാധാസ് എന്ന പേരിൽ മറ്റൊരു വസ്ത്രവ്യാപാര കേന്ദ്രം ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ തുടങ്ങി. സ്വന്തമായി ഒരു വാരിക തുടങ്ങാനുള്ള ശ്രമം വിജയിക്കാതെ വന്നതോടെ 1964 നവംബറിൽ VP നായരുടെ ഉടമസ്ഥതയിലുള്ള കേരള ശബ്ദം വാരികയും തിലക് പ്രിന്റേഴ്സ് എന്ന പ്രസ്സും ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ വിലയ്ക്ക് വാങ്ങി. കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പത്രവ്യവസായ രംഗത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. ഒരു സാഹിത്യ വാരിക തുടങ്ങണമെന്ന നീണ്ടകാലത്തെ സ്വപ്നം സാക്ഷാത്കൃതമായത് 1965 സെപ്റ്റംബർ 5 കുങ്കുമം വാരിക തുടങ്ങിയതോടെയാണ്. ONV കുറുപ്പ്, KT മുഹമ്മദ്, വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്നിവരായിരുന്നു വാരികയുടെ ഉപദേശകർ. K ആനന്ദക്കുറുപ്പും S രാമകൃഷ്ണനുമായിരുന്നു പത്രാധിപർ. പ്രഥമ ലക്കത്തിൽ തന്നെ ബക്കോഷ്യ കഥകളും ടോൾസ്റ്റോയ് കഥകളും മഹാഭാരതവും കുങ്കുമത്തിൽ പ്രസിദ്ധീകൃതമായി. ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പഞ്ചവൻകാട്, നീലക്കടൽ, മാമാങ്ക രാത്രി, സോതി തിരുനാൾ തുടങ്ങിയ നോവലുകൾ മലയാളത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയത് കുങ്കുമത്തിലൂടെയായിരുന്നു. KS ചന്ദ്രന്റെ പാപത്തിന് മരണമില്ല, പകലുകളില്ലാത്ത വീട്, ഉമിത്തി, ഇരുട്ടിന്റെ ചിറകടികൾ, ചാവുകടൽ എന്നീ നോവലുകൾ കുങ്കുമത്തിലും കേരള ശബ്ദത്തിലുമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാന്ത്രിക പൂച്ച, ഉറൂബിന്റെ അമ്മിണി, മലയാറ്റൂരിന്റെ ദ്വന്ദ്വയുദ്ധം, യന്ത്രം, SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്നിവ ഒരേ കാലയളവിൽ കുങ്കുമത്തിലൂടെ പുറത്തുവന്ന നോവലുകളാണ്. പത്മരാജന്റെ രതി നിർവേദവും ഡൽഹിയും കാക്കനാടന്റെ ഏഴാം മുദ്രയും കേരള ശബ്ദത്തിലൂടെ പുറത്തുവന്നു. മലയാള ചലച്ചിത്ര വ്യവസായ ഇന്നത്തെ പോലെ പുരോഗമിക്കാത്ത കാലത്താണ് ഒരു ചലച്ചിത്ര വാരിക ആരംഭിക്കാൻ ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ തീരുമാനിച്ചത്. 1972 നവംബർ 5 നാനയുടെ ആദ്യ ലക്കം പുറത്തിറങ്ങി. മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിന് തൻ്റെ ക്രിട്ടിക് എന്ന ചലച്ചിത്ര പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വന്ന ചുറ്റുപാടിലാണ് നാന സ്ഥാനമുറപ്പിച്ചത്. 1969 കൃഷ്ണസ്വാമി റെഡ്ഡിയാർ തൻ്റെ പത്രസ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. 1975 ഏപ്രിലിൽ കേരള ദേശം ദിനപത്രം പ്രസിദ്ധീകരണം തുടങ്ങി. അടിയന്തരാവസ്ഥയുടെ മോശപ്പെട്ട കാലാവസ്ഥയിൽ 76 ഫെബ്രുവരിയിൽ പത്രം നിർത്തിവെക്കേണ്ടി വന്നു. 1978 ഓഗസ്റ്റ് 3 കുമാരി എന്നൊരു വാരികയും ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പുറത്തിറക്കി. 1980 സെപ്റ്റംബറിൽ കുട്ടികൾക്കായി കസ്തൂരി ചിത്രകഥ, 1980 തന്നെ പാക്കനാർ, വിനോദ മാസിക, മുത്തശ്ശി എന്നീ പ്രസിദ്ധീകരണങ്ങളും കൃഷ്ണസ്വാമി റെഡ്ഡിയാർ തുടങ്ങി. 1981 മകളരത്നം മാസികയും നാഗകൃഷ്ണ പബ്ലിക്കേഷൻസ് എന്ന പ്രസിദ്ധീകരണശാലയും അദ്ദേഹം തുടങ്ങി. 1970 കുങ്കുമൻ നോവൽ അവാർഡ് ഏർപ്പെടുത്തിയത്. 1982 ഓഗസ്റ്റ് 20 കൃഷ്ണസ്വാമി റെഡ്ഡിയാർ നിര്യാതനായി. രത്നമ്മാൾ, വിമലകുമാരി എന്നിവരാണ് മക്കൾ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.